Hello, Assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. അപ്പോൾ ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ്, കക്കറൊട്ടീൻ്റെ വ്ളോഗാണ്. അപ്പം നമ്മളെ ഈ ഒരു കക്കറൊട്ടിക്ക് പല സ്ഥലത്തും പല പേരാണ്. ചിലർ ഇതിന് ആണപ്പത്തിൽ എന്ന് പറയും, ചിലർ ഇതിന് കുഞ്ഞിപ്പത്തിൽ എന്ന് പറയുന്നുണ്ട്, പിടിയും കറിയും എന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് ഭാഗത്തൊക്കെ പോയാൽ കടുമ്പ് എന്ന് പറയും. കടുമ്പ് ഇതേപോലെയല്ല, മിക്സാക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് കറിയും ഈ വേവിച്ചതും ഒക്കെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കക്കറൊട്ടി നമുക്ക് ബീഫ് ഇട്ടിട്ട് ഉണ്ടാക്കാം, ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കാം, ചെമ്മീൻ ഇട്ടിട്ട് ഉണ്ടാക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് ഞാനിത് ബീഫ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ കക്കറൊട്ടി ഉരുട്ടാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അരച്ച് വെച്ചിന്. ഈ അരി സാധാരണ നമ്മൾ പുഴുങ്ങലരിയാണ് എടുക്കാറ്, ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ് എടുക്കാറ്. അരി നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ അരച്ചെടുക്കുമ്പം തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇപ്പം അരച്ചെടുത്ത അരി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പം ആവി തട്ടിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കക്കറൊട്ടി വേവുന്ന സമയത്തേക്ക് നമുക്കൊരു തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കണം, ബീഫിൻ്റെ കറിയും ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങ അരപ്പിനായിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിന്, കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്, എന്നാലും ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഇനിയിപ്പം ബീഫിൻ്റെ ഒരു കറി റെഡിയാക്കണം. അപ്പം ഞാനിപ്പം കുക്കറിൽ ബീഫ് ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നോർമലായിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കൂലേ, അതേ വേണ്ടുള്ളൂ. ഒരുപാട് വെറൈറ്റിയും സ്പെഷ്യലൊന്നും വേണമെന്നില്ല. കുക്കറിൽ ഞാനിപ്പം ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബീഫ് കഴുകിയിട്ടിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി എന്നിവ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കണം. ഒരു 4-5 വിസിലിന് ഈ ബീഫ് ഇതിൽ തന്നെ കടന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പം ഞാനിപ്പം വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, പിന്നെ അത്ര ഫൈനായിട്ടും അല്ല കേട്ടോ ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ ഇനിയിപ്പം കക്കറൊട്ടി തൂങ്ങിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി, അതുപോലെ കുറച്ച് കരിയാപ്പിലയൊക്കെ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കരിയാപ്പിലയും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു തേങ്ങയിലുള്ള ആ ഒരു എന്താ പറയുക, വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബീഫിൻ്റെ കറി ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങൻ്റെ അരപ്പും അതുപോലെ ബീഫ് കറിയും നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് തിളച്ച് വരണം. ഇനിയിപ്പോൾ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കർ കഴുകിയിട്ട് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കണേ, എന്നാൽ കുറച്ചും കൂടെ ഗ്രേവി കിട്ടും. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കക്കറൊട്ടി അങ്ങ് ഇട്ട് കൊടുക്കാം. കക്കറൊട്ടി ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ആ ഒരു തേങ്ങൻ്റെ അരപ്പും ബീഫും എല്ലാം കൂടെ ഈ കക്കറൊട്ടീൻ്റെ ഉള്ളിലേക്കും കൂടെ അരിയിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി എന്താ പറയുക, ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നാലേ ഈ ഒരു മസാലയൊക്കെ നമ്മുടെ കക്കറൊട്ടിയിൽ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കക്കറൊട്ടി റെഡിയായി. ഇനിയിപ്പം ഫൈനൽ ഗാർണിഷിങ് ചെറിയായിട്ട് എന്താ പറയുക, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഒന്ന് വിതറി കൊടുത്തിട്ട് നമുക്കിത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. വേറൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് തേങ്ങ വറുത്തിട്ടും അരച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. അതായത് നമ്മൾ കറിയിലൊക്കെ വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ തേങ്ങയും വലിയ ജീരകവും ആദ്യം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വറുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതുപോലെ തൂങ്ങിച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പം 2 രീതിയിലും ഉണ്ടാക്കുക. അതിന് അതിൻ്റെതായ ടേസ്റ്റ്, ഇതിന് ഇതിൻ്റെതായ ടേസ്റ്റ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട്, വറുക്കാണ്ട് അരച്ചെടുത്തിട്ട് പിന്നെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കക്കറൊട്ടി ഉണ്ടാക്കാൻ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം വീഡിയോ മുഴുവനായി കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പീസിനായിട്ട് ഫോളോ മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.